ആശാനോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 3500 രൂപ വേണം. 3500 രൂപ അല്ലേ? അതെ, കടമായിട്ട് മതി. എന്റെ കയ്യില് ധാരാളം പണമുണ്ട്. അത് ഞാൻ നിനക്ക് കടമായിട്ട് തരില്ല. കുഷ്ഠരോഗിയുടെ കയ്യിൽ വെണ്ണുണ്ടായിരുന്നു, നാട്ടുകാർക്ക് എന്ത് കാര്യം? നാട്ടുകാരെ തീറ്റിക്കാൻ അല്ലടോ കുഷ്ഠരോഗി വെണ്ണ എടുത്തിരിക്കുന്നത്. അത് അയൊക്കെ തന്നെ തിന്നാനാ. ഞാൻ എന്തുറപ്പുമേ നിനക്ക് കാശ് തരും? നീ അത് എങ്ങനെ എനിക്ക് മടക്കി തരും? ആശാൻ അങ്ങനെ പറയരുത്. അമ്മയെ ഡിസ്ചാർജ് ചെയ്തിട്ട് വേണം എനിക്ക് തിരിച്ച് ജയിലിലോട്ട് പോകാൻ. 1 കൊല്ലം കൂടിയേ ജയിലിലുള്ളൂ. തിരിച്ചു വന്നാൽ ഞാൻ തരും. തിരിച്ചു വരുമ്പോ നീ എങ്ങനെ എനിക്ക് തരും? നീ ജയിലിൽ നിന്നല്ലേ വരുന്നത്, ഗൾഫിൽ നിന്നല്ലല്ലോ. അല്ല ആശാനെ, തിരിച്ചു വന്നാൽ ഞാൻ ജോലി എടുത്തു തരും. ജ്വാലിയ? എന്ത് ജ്വാലി? 3500 രൂപ മോട്ടിക്കാൻ പറ്റിയ വീടൊന്നും നിന്റെ ഗ്രാമത്തിൽ ഇല്ലല്ലോ. അത് ഞാനൊരു വീട് കണ്ടു വെച്ചിട്ടുണ്ട്. അതേത് വീട്? ആശാന്റെ വീടോ മറ്റോ ആണോ? കളിച്ച് കളിച്ച് ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ അന്ത്രോ. പോടാ. എനിക്കിത് വേണം ആശാൻ. പോലീസുകാർ ഒലക്ക കൊണ്ട് ഉരുട്ടിയപ്പോഴും, നഖങ്ങൾക്കിടയിൽ മുട്ടുസൂചി അടിച്ചു കയറ്റിയപ്പോഴും, ഈർക്കിൽ കുത്തി കയറ്റിയപ്പോഴും ഞാൻ ആശാന്മാരെ ഒറ്റിയില്ല. എന്തുകൊണ്ട്? ഗുരുഭക്തി. ഞാൻ ഒരു വാക്ക് പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ പല മുൻ കള്ളന്മാർക്കും ഈ സ്വത്തും വർഷാപ്പും കാശും ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. ഗോതമ്പുണ്ട നിന്ന് അവിടെ തന്നെ കിടക്കേണ്ടി വന്നേനെ. ഞാൻ വിചാരിച്ചാൽ ഇനിയും അതൊക്കെ നടക്കും. ആശാനെ, ഞാൻ ആശാനെ ഒറ്റും. വീണ്ടും കാണാം. ഇവിടെ വെച്ചല്ല, സെൻട്രൽ ജയിലിൽ വെച്ച്. ഗുഡ് ബൈ. എന്റെ പൊന്നു മോനെ, പിണങ്ങി പോവാണോ? ഞാനൊരു കളിതമാശ പറഞ്ഞല്ലേ. സ്വന്തം ശിഷ്യന്റെ അമ്മയ്ക്ക് ആശുപത്രി കൊടുക്കാൻ 3500 രൂപ തരാത്ത ഒരു ക്രൂരനാണ് ഞാൻ. നീ വിചാരിച്ചോടാ? താനങ്ങനെ വിചാരിച്ചോടോ? സത്യം. അത് തന്റെ വിവരക്കേടുണ്ടാ. പോയി വെള്ളം ചൂടാതെ നോക്കണോ. നിന്റെ പരോൾ എന്നാ കഴിയുന്നത്? തിങ്കളാഴ്ച, അതായത് മൺഡേ. MONDAY. ഈ വണ്ടി എങ്ങനെയുണ്ട്? കൊള്ളാം. അടിച്ചു മാറ്റണ? എന്റെ തിണ്ണെ കിടക്കുന്ന വണ്ടി ഞാൻ നിന്നെ കൊണ്ട് അടിച്ചു മാറ്റിപ്പിക്കൂ. ഇത് മദ്രാസി ഒരാളുടെയാ. ഇത് അവിടെ എത്തിച്ചാൽ നിനക്ക് 5000 രൂപ കിട്ടും. വളരെ സന്തോഷം ആശാനെ. എന്നാ ഇപ്പൊ തന്നെ പുറപ്പെടാം. ഇത് അലുവ പോലുള്ള വണ്ടിയാണ്, സിംഗിൾ ഓണർ. നീ അത് കണ്ടാങ്ക്രസ് ആക്കരുത്. എന്താ ആശാനെ, എന്നെ വിശ്വാസമല്ലേ? ഇല്ല, തീരെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് പുറപ്പെട്ടാൽ നേരെ മദ്രാസ്. ഇവിടുന്ന് പുറപ്പെട്ടാൽ നേരെ മദ്രാസ്. മദ്രാസ്, മദ്രാസ്, മദ്രാസ്. തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, സേലം വഴി മദ്രാസ്. മദ്രാസ്, മദ്രാസ്, മദ്രാസ്. പുത്തൻ സ്റ്റാൻഡേർഡ് 2000 ആണ്. ബസ് ചാർജ് എന്നാൽ മതി. മദ്രാസ്, സേലം വഴി മദ്രാസ്. AC കാറാണ്. ചാനൽ മ്യൂസിക് ഉണ്ട്. മദ്രാസ്, സേലം വഴി മദ്രാസ്. വണ്ടി ഒന്ന് നോക്കി നിർത്താം. എന്തിനാ സാർ? ഓഹോ, ഞാനും ഇതങ്ങോട്ട് പറയണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. മലയാളികൾക്കൊക്കെ ഈ ഒരു കാര്യത്തിൽ വലിയ ഒരുവിപ്പാ സാർ. താക്കോൽ ഇവിടെ ഇരിക്കട്ടെ. എന്താ കാര്യം?
കടുവയെ കിടുവ പിടിക്കുന്നോടാ. നിന്റെയൊക്കെ അപ്പന്മാര് പൂജപ്പുര സെന്ററിൽ എന്റെ കൂടെ ഉണ്ടാ. അവന്മാരെന്നോട് കളിച്ചിട്ടില്ല. ഞാൻ പരോളിലായി പോയ നിന്റെയൊക്കെ ഭാഗ്യം. ഒരു കാറ് മോഷ്ടാക്കള്. அப்பா என்ன பண்றீங்க? வேலையை கவரியப்பா. அங்க என்னடா வேடிக்கை? என்ன வண்டியா டப்பாவா? നമ്മളാണോ മുതലാളി? என்ன நீங்க தானே முதலாளி? என்னென்ன தொழிலாளியா? பார்த்தா தெரியல. நான் தான் பட்டறைக்கு முதலாளி. உனக்கு என்ன வேணும்? ஐயா காப்பாத்தணும். காப்பாத்தணுமா? எப்படி? അണ്ണാച്ചി இந்த வண்டி நம்ம வண்டி கிளாஸ் மாറ്റി വൈകുന്നേരത്തിനകം തരണം. ഇല്ലെന്നാ കൊല പണിടുവേൻ. கொலையா? ஏண்டா ஏன் ஒர்க் ஷாப்புக்கு வந்து என்னையே கொலை பண்றங்கறியே? உனக்கு என்ன திமிர் இருக்கணும்? അല്ല സ്വാമി ഉങ്ങളെ അല്ല എന്നെ. അവന്മാര് ഈ കാറിന്റെ ഉടമസ്ഥന്മാര്. ഞാൻ വെറും ഡ്രൈവർ. മലയാളി, ഏഴை, പുവർ മാൻ. அடடா, இன்னைக்கு நிறைய வேலை இருக்கப்பா. நீ ஒண்ணு பண்ணு, வண்டி இங்க விட்டுட்டு நாளை காலையில வா. അയ്യോ നാളെ കാലയിലെയാ? ഇന്ന് വൈകുന്നേരം വേണം. யோ முடியாதுன்னா முடியாதுதான். நாளை காலையில வாயா. போயா. டேய் வேலையை பாருடா. என்ன வேணும் சார்? என்ன இருக்கு? மசால் தோசை, ஊத்தப்பம், இட்லி, வடை, பொங்கல், சப்பாத்தி, பரோட்டா. மசாலா தோசை என்ன விலை? 4 ரூபா 50 காசு. பிளைன் தோசை 3 ரூபா 50 காசு. வடை 1 ரூபா. ஒரு சாய மாத்திரம் கொடு. டேய் சுப்பிரமணி, ஐயர் வந்துட்டு இருக்காரு. சம்பு ஐயர். ஒரு ஸ்பெஷல் டீ, ஒரு ஸ்பெஷல் மசாலா தோசை, எல்லாம் மாமூல். சௌக்கியமா? சௌக்கியம். உட்காரு உட்காரு. பாதிரா தங்கப்பன். எடா பயங்கர. தினத்தந்தி வரலையா இன்னைக்கு? வந்திருக்கே. கொண்டு അവിടെ മുങ്ങിട്ടവൻ ഇവിടെ പൊങ്ങിയ. வெள்ளப்பகுதியில் முதலமைச்சர் மழையில் நனைந்து கொண்டே குறைகளை கேட்டார். பாதிக்கப்பட்டவர்களுக்கு உணவு பொட்டலம். മലയാളം പോലും വായിക്കാൻ അറിയാത്ത ഇവൻ തമിഴ് വായിക്കുന്ന. தேங்கி கிடக்கும் தண்ணீரை பம்பு வைத்து அகற்ற அதிகாரிகளுக்கு கட்டளையிட்டார். எடா தங்கப்பா, எடா பாருயா தங்கப்பா. டேய் தங்கப்பா, நில்லா புள்ளி அவட. டேய் தங்கப்பா. டேய். ஏனானே தங்கப்பா, அது நில்லா. டேய். La